ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരവ് എപ്പോഴൊക്കെ ഉണ്ടാവുന്നോ അന്നൊക്കെ തങ്ങൾക്ക് ഉമ്മത്തിന്റെ കാര്യം പറയണ്ടാവും. ആയിഷുമ്മ പറയുന്നല്ലോ, ഒരു രാത്രി എന്റെ കൂടെ കടന്നതായിരുന്നു തങ്ങൾ, കാണുന്നില്ല പെട്ടെന്ന് പാതിരാത്രി, എവിടെ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ജന്നത്തുൽ ബഖീലെത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്. എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരം, എന്തെങ്കിലും സ്പെഷ്യലായി ചൊല്ലാനുണ്ടോ എന്ന് ഞാനിങ്ങനെ കാതോർത്തു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിസ്കാരത്തിലെ റുക്കൂയിലും സുജൂദിലും അത്തഹിയാത്തിലൊക്കെ തങ്ങൾ ഉമ്മത്തി എന്ന് ദ്വാരക്കാണ്. ഞാൻ തന്നെ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു പോയി, ഉമ്മത്തിനെ കിട്ടുമ്പോൾ ഖുർആനും ദിക്റൊക്കെ മറന്നുപോയോ? അതിന് തങ്ങൾ തന്ന മറുപടി, ആയിഷു, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണതും ഖബറിൽ പോയാൽ ദ്വാരക്കണതും മഹ്ശറിലെത്തിയാൽ ആഗ്രഹിക്കണതും എൻ്റെ ഉമ്മത്തിന്റെ രക്ഷയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ദ്വാരം തന്ന ആളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മൾ ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാളൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തെക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്.